ഹായ് ഫ്രണ്ട്സ്, ഇത് ഞാൻ വെച്ച കൊള്ളിയാട്ടോ. ഈ കൊള്ളി പറിക്കാനുള്ള ശ്രമത്തിലാണ്. കൊള്ളിയും മീനും കൂടി കഴിക്കാനും ഭയങ്കര ആഗ്രഹം തോന്നി കേട്ടോ. അപ്പോൾ മുറ്റത്ത് നിൽക്കണ കൊള്ളി വലിച്ചെടുത്തു. അതിനകത്ത് അധികമൊന്നുമില്ല, കാരണം ഞാൻ വെച്ച കൊള്ളി ആയതുകൊണ്ട് തന്നെ അധികമൊന്നും ഉണ്ടാവില്ല. ഞാൻ ചുമ്മാ വെച്ച് കൊടുത്തിട്ട് പോകുന്നുള്ളൂ കേട്ടോ. അതിനകത്ത് വളമിടെ അങ്ങനത്തെ പരിപാടിയൊന്നും ഇല്ല. അതുകൊണ്ട് തന്നെ അധികമൊന്നും ഉണ്ടാവില്ല. പിന്നെ ഇത് ഞങ്ങൾക്ക് കഴിക്കാനുള്ളത് ഉണ്ടാവും കേട്ടോ. ഞങ്ങൾക്കിത് ധാരാളം. ഞാൻ നോക്കിയപ്പോൾ ചെറിയൊരു മൂപ്പുണ്ടോ എന്നൊരു സംശയം തോന്നി. കുഴപ്പമില്ല, ഞങ്ങളല്ല കഴിക്കണമെന്ന് വിചാരിച്ച് സമാധാനിച്ചു. പിന്നെ അതിലെ പൊടിയൊക്കെ ഒന്ന് തട്ടിക്കളഞ്ഞ് അന്ന് കഴുകിയെടുത്തു കേട്ടോ. കഴുകിയെടുത്തപ്പോൾ ദേ ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ വലുത് കുഴപ്പമില്ല, മൂത്തിട്ടില്ലെന്ന് തോന്നുന്നു. ചെറുതാണ്, കുറച്ച് മൂപ്പുണ്ടോയെന്ന് എനിക്കൊരു സംശയം തോന്നിയത്. എന്നാലും കുഴപ്പമില്ല. പിന്നെ അത് മുറിച്ചെടുത്ത് നോക്കി. മുറിച്ചപ്പോൾ വലിയ കുഴപ്പമൊന്നും തോന്നിയില്ല കേട്ടോ. കഴിച്ച് നോക്കിയപ്പോൾ നന്നായിട്ടുണ്ട്. പിന്നെ അതിനകത്ത് കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളകും ഉപ്പൊക്കെ ഇട്ട് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് വേവിക്കാൻ വെച്ചു. ശേഷം ഞാൻ വെളുത്തുള്ളിയും ഉള്ളിയും കൂടി ചതച്ചു. അരിയരുത് കേട്ടോ, അരിഞ്ഞ അതിൻ്റെ ടേസ്റ്റ് പോവും. അപ്പോൾ അത് ചതച്ചെടുക്കുക ചെയ്തത്. രണ്ടും കൂടി അത്യാവശ്യം നന്നായി ചതച്ചെടുത്തിട്ട് അതെ ഇത് ഈ പരുവായിട്ടുണ്ട് കേട്ടോ കൊള്ളി. അപ്പം ഞാൻ നേരെ ഒരു പാനിൽ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായപ്പോൾ കടുക് പൊട്ടിച്ചു, കറിവേപ്പില ഇട്ടു. വേറെ മുളകൊന്നും ചേർക്കില്ല കേട്ടോ, വറ്റൽ മുളകൊന്നും ചേർത്തില്ല. പച്ചമുളക് ഉള്ളത് കൊണ്ട് തന്നെ അധികം എരിവുണ്ടായിരുന്നു കേട്ടോ. നല്ല എരിവുണ്ടായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഉള്ളിയൊക്കെ ഇട്ട് മൂപ്പിച്ച് കൊള്ളിയിലിട്ട് നന്നായി ഇളക്കി ചേർക്കണം കേട്ടോ. നല്ല മണം ഉണ്ടായിരുന്നു കേട്ടോ പച്ചമുളകിൻ്റെയൊക്കെ. എന്നിട്ട് മോൾക്ക് അപ്പം തന്നെ വിശക്കണമെന്ന് പറഞ്ഞാൽ അപ്പം തന്നെ ഞാൻ നല്ല ചൂടോടുകൂടി അങ്ങോട്ട് വിളമ്പി കൊടുത്തത്. അധികമൊന്നും കഴിക്കുമൊന്നുമില്ല, അപ്പം കാണുമ്പോൾ ഒന്ന് കഴിക്കണം എന്നുള്ളൊരാഗ്രഹം തോന്നും. കുറച്ച് മീൻകറിയൊക്കെ ഒഴിച്ച് കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പം ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ബായ്.